എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു പരിപ്പ് വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 കപ്പ് കടലപ്പരിപ്പെടുത്ത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി വെള്ളം പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പം ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ അരയില്ല, കുറച്ച് ചതച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ചേർക്കാൻ 2 സവാള ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 2 കഷ്ണം ചെറിയ കുട്ട ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ 2 തണ്ട് കരിയാപ്പില, പിന്നെ 1 സ്പൂണ് മല്ലി. ഇത് പൊടിക്കാത്ത മല്ലിയാണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കായപ്പൊടി. ഞാൻ ആ ചുവന്നുള്ളി, ഇഞ്ചിയും പച്ചമുളകും ഒരു ചോപ്പറിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അതിലിട്ട് വലിച്ച് ചതച്ചെടുക്കാം. ചെറുതാക്കി ഉള്ളി ഇത് എല്ലാം ഇതിൽ വലിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി ചെറുതാക്കണ്ട. ഉള്ളി ഇതിൽ ഇടുവാണേ. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയാണ്. ഈ മല്ലി എടുത്തത് ഇതിലേക്ക് ഇടുക. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില, കുറച്ച് കരിയാപ്പില. അത് ഈ ഞുള്ളി കീറിയിട്ടാൽ മതി. ഞാൻ ഇതിലേക്ക് 1/4 സ്പൂൺ ഒരു കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്, ഒരു കളറിന്. കുറച്ച് കായപ്പൊടി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മളെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ ചെറിയ ഉരുളയാക്കി വടയുടെ രീതിയിൽ പരത്തിയെടുക്കാം. അങ്ങനെ ഞാൻ ഇതെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മെല്ലെ ഇട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ കളർ വന്നു. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.